ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പുതിയൊരു 10 പേരൊന്നും മരിച്ചു. അതായത് ഈ ക്ലോസറ്റ്, അതായത് ഈ നമ്മുടെ ഒരു വിസർജൻ കുടിച്ച് മരിച്ചു. അതായത് അവർ കുടിക്കുന്ന വെള്ളത്തിൽ അതിന്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ പറയുന്ന അമീബ എന്ന് പറഞ്ഞൊരു കാര്യമല്ല, സെയിം തന്നെയാണ്. കാരണം നമ്മുടെ സൊസൈറ്റി ഇതാണ്. അതായത് ഈ പറയുന്ന സീ ഫുഡ് ആണെങ്കിലും ഇതെല്ലാം ശുദ്ധമായ ഭക്ഷണം എക്സ്പോർട്ട് ചെയ്ത് അവർ കഴിക്കുന്നു, അതിന്റെ വേസ്റ്റ് നമ്മൾ കുടിക്കുന്നു. ഈ പറയുന്ന ക്ലോറിൻ ഏതൊരു അഴുക്ക് വെള്ളത്തിൽ ഇട്ടാലും അത് തെളിഞ്ഞു വരും. ഓക്കെ, അതൊരിക്കലും പ്യൂരിഫിക്കേഷൻ അല്ല. എന്നിട്ട് ഈ പറയുന്ന കുപ്പികളിലെല്ലാം എഴുതിയിരിക്കുന്നു റിവേഴ്സ് ഓസ്മോസിസ്, ഈ പറയുന്ന സ്റ്റെറിലൈസേഷൻ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ശുദ്ധമായ വെള്ളം കുടിച്ചോണ്ടിരുന്ന ആൾക്കാരെ പിടിച്ചിട്ട് മൈക്രോ പ്ലാസ്റ്റിക് കുടിപ്പിച്ചു, ഈ പറഞ്ഞ ക്ലോറിൻ ഫ്ലോറൈഡ് എല്ലാം കുടിപ്പിച്ചു. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഉടനെ തന്നെ ഈ ഒരു സാഹചര്യം ഇവിടെ വരുന്നതാണ്. കാരണം എല്ലാവരുടെ ശരീരത്തിൽ ഓൾറെഡി ഇത് ഉണ്ട്. ഇത് ആ ഒരു വലിയൊരു രീതിയിലേക്ക് എത്തുന്നതാണ്. പക്ഷെ ആ ഒരു മന്ത്രി, വിഡ്ഢിയായ ഒരു മന്ത്രിനോട് ചോദിക്കുമ്പോൾ അയാൾ കറുത്തോണ്ടി. കാരണം അയാൾക്കൊന്നും പറയാൻ പറ്റില്ല. അയാളെല്ലാം വെറും ഡമ്മിയാണ്. അതായത് വെറും ഒരു ഒരു കൈപ്പാവ. അപ്പൊ ആ കൈപ്പാവക്ക് എന്താണ് വെള്ളം, എന്താണ് ക്ലോറിൻ, ഇതൊന്നും അറിയില്ല. അപ്പൊ ഈ വിഡ്ഢികളായ ആൾക്കാർ ഇങ്ങനെ തലയുടെ പൊക്കത്തിരിക്കുമ്പോൾ അതിന്റെ അടിയിലുള്ള എല്ലാവിധ, കാരണം ഈ തല ചീത്തയായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ശരീരം ചീത്തയും. അതുപോലെ തന്നെ നമ്മുടെ അധികാരികൾ ചീത്തയായി കഴിഞ്ഞാൽ, ബുദ്ധിയില്ലാത്തതാണെങ്കിൽ സമസ്ത ശരീരവും സമസ്ത ജീവജാലങ്ങളും സമസ്ത കുഞ്ഞുങ്ങളും എല്ലാം നശിക്കും. പക്ഷെ ഇതൊന്നും തിരിച്ചറിയില്ല. അതോടൊപ്പം തന്നെ പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പുതിയൊരു ആപ്പ് നമ്മുടെ എലോൺ മസ്ക് ഇറക്കിയിട്ടുണ്ട്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ തുണിയെല്ലാം മാറ്റും. അതായത് നമ്മുടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം തുണി മാറ്റാം. അപ്പൊ ഇതെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. കാരണം അവര് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ മതഭ്രാന്ത് പിടിച്ച് കടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെ എല്ലാവരുടെ തുണി ഇല്ലാത്ത ഫോട്ടോസ് എല്ലാം ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ എല്ലാം നടക്കും. അപ്പോഴും നിങ്ങൾ ഇങ്ങനെ നടക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ക്യാൻസർ വരും. അപ്പോഴും നിങ്ങൾ മതമൊക്കെ പറഞ്ഞ് നടക്കണം. ഈ പറയുന്ന വിഡ്ഢികളായ ആൾക്കാരുടെ ഒപ്പത്ത് കൊടി പിടിച്ച് നടക്കണം. അപ്പൊ ഇതെല്ലാം തന്നെയാണ് ഭാവി. പിന്നെയുള്ളത് നമ്മുടെ, ഞാൻ കഴിഞ്ഞ ദിവസം മൂന്നാർ പോയിരുന്നു. ഓക്കെ, മൂന്നാർ പോയിരുന്നു. നമ്മുടെ ഡെവലപ്മെന്റ്സ് എല്ലാം നല്ല പെർഫെക്റ്റ് ആണല്ലോ. റോഡെല്ലാം പണിയപ്പോൾ തന്നെ അവിടെ പൊളിഞ്ഞു വീഴുന്നു. അപ്പൊ ഇനി കുറച്ച് പേര് കൊക്കയിൽ വീഴാൻ വേണ്ടി തയ്യാറായിരിക്കും. അവിടെയും വിഡ്ഢിത്തരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, അതായത് 10ഉം 15ഉം വയസ്സുള്ള പിള്ളേരെ വെച്ചിട്ട് മല വെട്ടിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഒരു അടുത്ത മഴ, ഈ പറയുന്ന ജൂണും ജൂലൈയിൽ പെയ്യുന്ന മഴയിൽ അതും ഇടിഞ്ഞു വീഴും. അപ്പൊ അതും സൂക്ഷിക്കണം. ഇതെല്ലാം നിങ്ങൾ നോക്കും, ഇതെല്ലാം നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ജസ്റ്റ് കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി, വലിയ സയൻസും കാര്യമൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ഈ പറയുന്ന എല്ലാ രീതിയിലും നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ വിഡ്ഢികൾ. അപ്പൊ ഈ പറയുന്ന വെള്ളാപ്പള്ളി ആണെങ്കിൽ, ഈ പറയുന്ന പിണറായി വിജയൻ ആണെങ്കിൽ, ഈ പറയുന്ന വി ഡി സതീശൻ, ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി, ഇവരെല്ലാം ആ ഒരു ഡമ്മീസിനെ വെച്ചിട്ട് അവർ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഇനി റിലാക്സ് ചെയ്യാൻ പോണ വേറൊന്നുമല്ല. ഇനി ഇവിടെ ആകുമ്പോൾ ശുദ്ധമായിരിക്കും, എല്ലാം ശുദ്ധം തന്നെ ആയിരിക്കും. ആ ഒരു ശുദ്ധമാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഞാനൊരു അശുദ്ധ വസ്തുവായിരുന്നു. അതായത് ഞാൻ ഈ കാര്യങ്ങളിലൂടെ, അശുദ്ധികളിലൂടെ കടന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ ശുദ്ധമായി. ഇപ്പൊ എനിക്ക് പറയാം, ഞാൻ ഇപ്പൊ ശുദ്ധമാണ്, പരിശുദ്ധമാണ് ഞാൻ. അപ്പൊ ഞാൻ പരിശുദ്ധമായ സ്ഥിതിക്ക് സമസ്ത കാര്യങ്ങളും പരിശുദ്ധമാക്കാനുള്ള കാര്യങ്ങളും എന്റെ ഉള്ളിലുണ്ട്. അതായത് ശുദ്ധവായു, ശുദ്ധഭക്ഷണം, ശുദ്ധവെള്ളം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ശുദ്ധമായ അറിവ്, ഇതെല്ലാം നൽകുന്നതാണ്. എനിക്ക് എങ്ങനെയാണോ അറിവ് കിട്ടിയത്, ആ ഒരു മെത്തേഡ് തന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്കും അറിവ് ഞാൻ കയറ്റുന്നതാണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ, അതായത് ഇവർക്കൊന്നും ജാതി വേർപാടും മതവിദ്വേഷമൊന്നുമില്ല. അതായത് നമ്മുടെ ജെൻസി പിള്ളേർക്ക്. അപ്പൊ അവരുടെ ഉള്ളിലേക്ക് ഈ മീഡിയാസ് വഴി ഇതിനെ തള്ളി കയറ്റിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാം സോൾവ് ആവും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, അല്ലെ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതെല്ലാം ഒരു നടക്കുന്നതാണ്. ഓക്കെ.